ഇന്ന് വളരെ സുപ്രധാനമായ ഒരു വിധി വന്ന ദിവസമാണ്. നെടുമങ്ങാട് 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത്. ഒരു തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തി ഒരു കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ കേസിൽ 2 പ്രതികളാണ് ഉള്ളത്. ആ 2 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അവർക്കുള്ള ശിക്ഷ വരുന്ന ദിവസങ്ങളിൽ വിധിക്കും. എന്തായാലും ഈ കേസിലെ ഒരു പ്രതിയുടെ പേര് പറഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിന് വളരെ സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, നിലവിലെ ജനപ്രതിനിധിയാണ്. ഈ 2ാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയുടെ കാലയളവിലെ ആദ്യത്തെ 2.5 വർഷം മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, നിലവിൽ MLA കൂടിയായിട്ടുള്ള തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയിട്ടുള്ള ആന്റണി രാജുവാണ്. അത് അറിയപ്പെടുന്നത് തൊണ്ടിമുതൽ കേസ് എന്നാണ് അറിയപ്പെടുന്നത്. ആ കേസിൽ ആന്റണി രാജു ഒപ്പം തന്നെ 1ാം പ്രതിയായിട്ടുള്ള KS ജോസ് ഇങ്ങനെ 2 പേര് കുറ്റക്കാരാണ് എന്ന് ഈ കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. അവർക്കെതിരെ വലിയ രീതിയിലുള്ള 6 വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. ഈ 6 വകുപ്പുകളും ഇവർക്കെതിരെ തെളിഞ്ഞിരിക്കുന്നു. ഒന്ന് ജനപ്രതിനിധികളുടെ വിശ്വാസവഞ്ചന, മറ്റൊന്ന് വിശ്വാസവഞ്ചന, ഒപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ, പൊതുവായ ഒരു ഗൂഢാലോചന, അത്തരത്തിലുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. ഈ വകുപ്പുകളെല്ലാം തന്നെ തെളിഞ്ഞു, കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കൃത്രിമ തെളിവുകൾ നിർമ്മിക്കലും തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ഇവർക്കെതിരെ തെളിഞ്ഞു എന്നാണ് കോടതി പറയുന്നത്. ഇതിന്റെ ഒരു നാൾ വഴിയിലേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ കേസിന്റെ ഒരു ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ 90-ലാണ് ഈ കേസിന് തുടക്കം കുറിക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. 1990 ഏപ്രിൽ 4-ന് ഓസ്ട്രേലിയ സ്വദേശിയായ ഒരു വ്യക്തി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് 61 ഗ്രാം ഹാഷിഷ് ഓയിലുമായിട്ട് പിടികൂടപ്പെടുന്നു. അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിൽ നിന്നുമാണ് ഈ മയക്കുമരുന്ന് കണ്ടെടുത്തത്. അങ്ങനെ ഈ കേസില് ജില്ലാ കോടതി ഈ പറയുന്ന വിദേശിയെ 10 വർഷത്തേക്ക് തടവിന് ശിക്ഷിക്കുകയാണ്. കുറ്റക്കാരനാണ് എന്ന് കണ്ടുകൊണ്ട് 10 വർഷത്തേക്ക് തടവിന് ശിക്ഷിക്കുകയാണ്. അതിനെതിരെ ഈ പ്രതി അപ്പീൽ പോകുന്നു ഹൈക്കോടതിയിൽ. എന്നാൽ ഹൈക്കോടതിയിൽ അപ്പീൽ എത്തുമ്പോൾ ഈ പ്രതി കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി ഹൈക്കോടതി ഈ പ്രതിയെ വെറുതെ വിടുകയാണ്. ഹൈക്കോടതി ആ പ്രതിയെ വെറുതെ വിടാനുണ്ടായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ തെളിവുകളുടെ കൂട്ടത്തിൽ സമർപ്പിച്ച പ്രതിയുടെ അടിവസ്ത്രം അത് പ്രതിയുടെ അളവിന് അനുസരിച്ചുള്ളതല്ല, പ്രതിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. കാരണം ഈ അടിവസ്ത്രത്തിന്റെ അളവ് വളരെ ചെറുതാണ്, അത് പ്രതിക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെ കണ്ടുകൊണ്ട് അത് തെറ്റാണ്, അല്ലെങ്കിൽ അത് കെട്ടിച്ചമച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഈ കേസ് തള്ളുകയും അത് ഈ പറയുന്ന പ്രതിയെ വെറുതെ വിടുകയും ചെയ്തു. അത് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കിയ ഒരു കേസായിരുന്നു. എന്നാൽ ഇതിന് ശേഷം വലിയൊരു ട്വിസ്റ്റ് ഈ കേസിൽ നടക്കുകയാണ്. ഈ പറയുന്ന പ്രതി സ്വന്തം നാട്ടിലേക്ക് പോകുന്നു. അവിടെ അയാൾ മറ്റൊരു കേസിൽ പിടിക്കപ്പെട്ട് ജയിലിലാകുന്നു. അങ്ങനെ ജയിലിൽ കഴിയവേ തന്റെ സഹതടവുകാരനോട് കേരളത്തിലെ കേസിൽ നിന്നും രക്ഷപ്പെട്ട വിവരം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ആ വിവരം ഓസ്ട്രേലിയയിലെ ബന്ധപ്പെട്ട വിഭാഗങ്ങൾ അറിയുന്നു. അവിടെ നിന്നുമാണ് കേരളത്തിലേക്ക് ആ വിവരം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരു കൃത്രിമം നടന്നു എന്ന് അറിയുന്നു. അങ്ങനെ പ്രോസിക്യൂഷന് വിവരം ലഭിക്കുന്നതോടുകൂടി കോടതിയെ ഈ വിവരം അറിയിക്കുകയും തുടർന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇതിൽ കേസെടുക്കുകയുമാണ് ചെയ്യുന്നത്. 90-ൽ ഇയാളെ ഈ ജില്ലാ കോടതി ശിക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം 94-ലാണ് അപ്പീലിൽ ഹൈക്കോടതി അയാളെ വെറുതെ വിടുന്നത്. അങ്ങനെയാണ് അയാൾ നാട്ടിലേക്ക് തിരികെ പോകുന്നത്. അതിനുശേഷം 94-ൽ ഈ പറയുന്നത് പോലെ തെളിവിൽ കൃത്രിമത്വം നടത്തി എന്നുള്ള കേസ് വരുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുത്ത് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ 2006-ൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കുറ്റപത്രം കോടതിയെ സമർപ്പിക്കുന്നത്. ഇതിനെതിരെ ഇതിൽ പ്രതികളായിട്ടുള്ള ആന്റണി രാജു, ഒപ്പം തന്നെ തൊണ്ടിമുതൽ ക്ലർക്കായിട്ടുള്ള ജോസ്, ഈ 2 പേരെ പ്രതികൾ ചേർത്തുകൊണ്ടാണ് ഈ അന്വേഷണം നടന്നത്. ഇതിൽ സംഭവിച്ച കാര്യമെന്ന് പറയുന്നത്, ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്ന സമയത്ത് ഈ പ്രതിയുടെ ബന്ധുക്കളിൽ ഒരാള് ഈ കേരളത്തിൽ എത്തി ഒരു അപേക്ഷ കൊടുക്കുന്നു. അതായത് ഈ പ്രതിയുടെ അതായിട്ട് പിടിച്ചു വെച്ചിരിക്കുന്ന വസ്തുവകകളിൽ വിചാരണയ്ക്ക് വേണ്ടാത്ത കാര്യങ്ങൾ തങ്ങൾക്ക് വിട്ടുകിട്ടണം, അതായത് മൊബൈൽ ഫോണും മറ്റുൾപ്പെടെയുള്ള സംഭവങ്ങൾ തങ്ങൾക്ക് വിട്ടുകിട്ടണം, തൊട്ടുമുതലായിട്ട് അല്ലാത്തവയൊക്കെ തന്നെ വിട്ടുകിട്ടണമെന്നൊരു അപേക്ഷ കൊടുക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ വസ്തുക്കളൊക്കെ തന്നെ ഈ പറയുന്ന ഈ പ്രതിയുടെ അഭിഭാഷകന്റെ ജൂനിയറായിട്ടിരുന്ന ആന്റണി രാജു ഉൾപ്പെടെയാണ് ഒപ്പിട്ട് വാങ്ങുന്നത്. ആ ഒപ്പിട്ട് വാങ്ങിയതിന്റെ കൂട്ടത്തിൽ തൊണ്ടിമുതലിൽ രേഖപ്പെടുത്തിയിരുന്ന, അല്ലെങ്കിൽ തൊണ്ടിമുതലായിട്ട് ഉണ്ടായിരുന്ന ഈ അടിവസ്ത്രവും ഒപ്പിട്ട് വാങ്ങുന്നുണ്ട്.
അത് കൊണ്ടുവന്നാണ് കൃത്രിമം നടത്തുന്നത്. അതിനുശേഷം വിചാരണയ്ക്ക് തൊട്ടു മുൻപാണ് തിരികെ ഈ പറയുന്ന തൊണ്ടി മുതലായിട്ടുള്ള അടിവസ്ത്രം തിരികെ കോടതിയിൽ സമർപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന ആന്റണി രാജുവും ഈ ക്ലർക്കും കൂടി ചേർന്നുകൊണ്ട് ഒരു അട്ടിമറി നടത്തുന്നത്. പിന്നീട് അവർ ഈ കൈക്കലാക്കിയ അടിവസ്ത്രം അതിന്റെ അളവ് വെട്ടി അത് ചെറുതാക്കിക്കൊണ്ടാണ് പിന്നീട് അത് തിരികെ ഏൽപ്പിക്കുന്നത്. അങ്ങനെയാണ് ഹൈക്കോടതിയിലെ വിചാരണയ്ക്ക് വരുന്ന സമയത്ത് അത് കേസ് തള്ളിപ്പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. എന്നാൽ അതിൽ പിന്നീട് നിർണായകമായത് ഈ പറയുന്ന പോലെ ഫോറൻസിക് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ളവയാണ്. അതിൽ വിശദമായ ഫോറൻസിക് പരിശോധന നടത്തിയപ്പോൾ വെട്ടി അത് ചെറുതാക്കിയതിന്റെ തെളിവുകളൊക്കെ തന്നെ ലഭിച്ചു. കാരണം നേരത്തെ ഉണ്ടായിരുന്ന നൂലും പിന്നീട് വെട്ടി ചെറുതാക്കിയപ്പോൾ ഉപയോഗിച്ച നൂലും ഒക്കെ തന്നെ 2 നിറത്തിലുള്ളവയായിരുന്നു. അത്തരത്തിലുള്ള വളരെ നിർണായകമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു കൃത്രിമത്വം അവിടെ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യമാകുന്നു. 2004 ദക്ഷിണ മേഖല IG ആയിരുന്ന മുൻ DGP ആയി വിരമിച്ച TP സെൻകുമാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയൊക്കെയാണ് ഇക്കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ ഈ കേസിൽ തുടക്കം മുതൽ ഉടക്കെടുക്കുന്ന അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയൊക്കെ തന്നെ ഇതിന്റെ വിചാരണ തടസ്സപ്പെടുത്താമെന്നുള്ള രീതിയിലുള്ള നീക്കങ്ങളാണ് പ്രതിയായിരുന്ന ആന്റണി രാജു നടത്തിയത്. അത് തന്റെ പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്കൊക്കെ തന്നെ വരികയും തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പല ഘട്ടത്തിലും 2006 ഉൾപ്പെടെ പല ഘട്ടത്തിലും അതിന്റെ വിചാരണ വൈകിപ്പിക്കാനും അല്ലെങ്കിൽ ഈ കേസ് തേച്ചുമായ്ച്ച് കളയാനുമുള്ള എല്ലാ ശ്രമങ്ങളും അദ്ദേഹം നടത്തി. സുപ്രീം കോടതി വരെ അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട അപ്പീലുമായിട്ടൊക്കെ തന്നെ പോയി. ഈ വിചാരണ കോടതിയിൽ എടുത്ത കേസ് ഈ തുണ്ടുമുതലുമായി ബന്ധപ്പെട്ടുള്ള കൃത്രിമം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കേസിനെതിരെ അത്തരത്തിലൊരു കേസെടുക്കാൻ പോലീസിന് അനുവാദമില്ല അല്ലെങ്കിൽ അധികാരമില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു. അതായത് ഇത്തരത്തിലൊരു കേസെടുക്കാൻ പോലീസിന് അധികാരമില്ല, അത് കോടതിയുടെ അനുമതിയോട് കൂടി മാത്രമേ അത്തരത്തിലൊരു കേസെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ആയിരുന്നു അദ്ദേഹത്തിന്റെ വാദം. അത് ഹൈക്കോടതി അംഗീകരിക്കുകയും അങ്ങനെ ആ കേസ് റദ്ദാക്കുകയും ചെയ്തു. എന്നാൽ ഇതിനെതിരെ പ്രോസിക്യൂഷൻ സംസ്ഥാന സർക്കാർ വലിയ വിമർശനങ്ങൾക്കൊടുവിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് ഇതിൽ വിചാരണ നടക്കണം എന്നൊരു ഉത്തരവിട്ടു. എന്നാൽ സുപ്രീം കോടതിയിൽ പോലും ഈ പറയുന്ന ആന്റണി രാജുവിന് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് ഈ പറയുന്ന സർക്കാരിന്റെ അഭിഭാഷകൻ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നുള്ള വാദങ്ങൾ ഉണ്ടായത്. ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി തന്നെ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ സർക്കാരിന് വേണ്ടിയാണോ വാദിക്കുന്നത് അതോ ഈ പറയുന്ന പോലെ പ്രതിക്ക് വേണ്ടിയാണ് നിങ്ങൾ ഹാജരാകുന്നത് എന്ന് പോലും സുപ്രീം കോടതിയുടെ ബെഞ്ചിന് ചോദിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ആ രീതിയിൽ ആന്റണി രാജുവിന് അനുകൂലമായിട്ടാണ് കേരളത്തിന്റെ സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഈ കേസിൽ സുപ്രീം കോടതിയിലൊക്കെ തന്നെ ബാധിച്ചത്. എന്തായാലും സുപ്രീം കോടതി ഏറ്റവും ഒടുവിൽ ഈ കേസിൽ വിചാരണ നടക്കണം എന്ന് പറഞ്ഞ് ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു. പിന്നീട് അങ്ങനെയാണ് നെടുമങ്ങാട് കോടതിയിൽ ഇതിന്റെ വിചാരണ ആരംഭിക്കുന്നത്. ഏതാണ്ട് 2024 വരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടങ്ങൾ, ഇങ്ങനെ കേസ് തള്ളാൻ വേണ്ടിയിട്ട് ആന്റണി രാജു നടത്തിയ നിയമ പോരാട്ടങ്ങൾക്ക് പിറകെയായിരുന്നു കാലങ്ങൾ നീങ്ങിയത്. 2024 സുപ്രീം കോടതിയുടെ ആ ഉത്തരവോട് കൂടിയാണ് ഈ കേസിൽ വിചാരണയ്ക്കുള്ള ഒരു വഴി തെളിയുന്നത്. അങ്ങനെ ആന്റണി രാജുവിനോട് ഈ വിചാരണ കോടതിയിൽ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. അങ്ങനെ ആന്റണി രാജു ഹാജരായതിന് പിന്നാലെയാണ് വിചാരണ നടപടികളൊക്കെ തന്നെ നടക്കുകയും ഏറ്റവും ഒടുവിൽ ഇതിന്റെ ഒരു വിധിയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. വിചാരണ നടപടികൾ തുടങ്ങി 10 മാസങ്ങൾക്ക് ശേഷമാണ് ഈ കേസിൽ വിധി വരുന്നത്. ഏതാണ്ട് 34 വർഷം പഴക്കമുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുബന്ധ കേസിലാണ് ഈ ഒരു വിധി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആന്റണി രാജുവിനെ സംബന്ധിച്ച് വളരെ വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്ന വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിലവിൽ അദ്ദേഹം MLA ആണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ശിക്ഷ 2ാം പ്രതിയായിട്ടുള്ള ആന്റണി രാജുവിന്റെയും 1ാം പ്രതിയായ തൊണ്ടി മുതൽ ക്ലർക്കിന്റെ ശിക്ഷാവിധി അത് പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം 10 വർഷത്തിലധികം 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ശിക്ഷ വിധിക്കാനുള്ള അധികാരം ഈ പറയുന്ന 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്കില്ല. അത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത് ഇനിയിപ്പോൾ ഈ കേസിന്റെ ശിക്ഷാവിധി പറയുന്നത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. അത് വരും ദിവസങ്ങളിൽ മാത്രമേ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി ശിക്ഷ വിധിക്കുകയുള്ളൂ. എന്തായാലും 10 വർഷം, കുറഞ്ഞത് 10 വർഷമെങ്കിലും തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഈ 2 പ്രതികൾക്കെതിരെയും തെളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ജനപ്രതിയായിരിക്കുന്ന ആന്റണി രാജുവിന് വലിയ ഒരു തിരിച്ചടിയാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. തുടക്കം മുതൽ ഈ കേസിനെ ഇല്ലായ്മ ചെയ്യാൻ, കേസിനെ തള്ളിക്കളയാൻ അല്ലെങ്കിൽ അതിനെ തേച്ചുമായ്ച്ച് കളയാൻ നടത്തിയ ശ്രമങ്ങൾക്കെല്ലാം വലിയൊരു തിരിച്ചടി ഉണ്ടായി എന്നതാണ് ഏറ്റവും ഒടുവിൽ ഈ വിധിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.